അപ്പോൾ ക്ലാസിൻ്റെ IP ക്ലാസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, അത്രയും 3 ക്ലാസ്സുകളാണ് നമ്മൾ ഇൻ്റർനെറ്റ് വർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്കിങ്ങിൻ്റെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അതിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് 3 ക്ലാസ്സുകളാണ്. ക്ലാസ് എയും ക്ലാസ് ബിയും ക്ലാസ് സിയും. ക്ലാസ് ഡിയും ക്ലാസ് ഇയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതല്ല. കാരണം ക്ലാസ് ഡി എന്ന് പറയുന്നത് മൾട്ടി കാസ്റ്റ് അഡ്രസ് എന്ന് പറഞ്ഞിട്ട് റിസർവ് ചെയ്തിട്ടുള്ളതാണ്. ക്ലാസ് ഇ എന്ന് പറയുന്നത് റിസർച്ച് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് ആദ്യത്തെ 3 ക്ലാസ്സുകളാണ്, ക്ലാസ് എയും ബിയും സിയും. ഓക്കെ, ക്ലാസ് എയിൽ വരുന്ന IP അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും? ആദ്യത്തെ ഒരു ബൈറ്റ് നെറ്റ്വർക്ക് ഐഡിയും ബാക്കി വരുന്ന 3 ബൈറ്റുകൾ ഹോസ്റ്റ് ID ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 192.168.1.1 എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ എന്താണ് ബൈനറി ഫോർമാറ്റിലാണ് ഈ ബൈറ്റുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ബൈറ്റ് നോക്കിയിട്ടാണ്, ആദ്യത്തെ ബൈറ്റ് നോക്കിയിട്ടാണ് ഏത് ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞു, ക്ലാസ് എ എന്നുള്ളത് എന്താണ് ഫസ്റ്റ് ബൈറ്റ് നോക്കുകയാണെങ്കിൽ അത് 1നും 127നും ഇടയിലായിരിക്കും. ഈ പറഞ്ഞത് ഈ ഒരു നമ്പർ 0000 മുതൽ ലാസ്റ്റ് 1, ആ ഒരു 1 മുതൽ 01111111 അത്രയും ചേർന്നതാണ് ക്ലാസ് എയിലുള്ള മാക്സിമം ഫസ്റ്റ് ഒക്ടക്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഒക്ടക്റ്റ് ആണ് പറയുന്നത്. ഈ ഫസ്റ്റ് ഒക്ടക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ആദ്യത്തെ നെറ്റ്വർക്ക് ID, ക്ലാസ് എയിലെ നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത് ആദ്യത്തെ ഈ ഒരു കാര്യമാണ്. ഓക്കെ, ഫസ്റ്റ് അതിനകത്ത് എന്താണ് ഫസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്, അത് ചേഞ്ചബിൾ അല്ല. അപ്പോൾ ബാക്കി 7 ബിറ്റുകളാണ് നെറ്റ്വർക്ക് IDക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഓഫ് നെറ്റ്വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2⁻7 എന്ന് പറയുന്നത്. ഓക്കെ, 2⁻7 വരുന്നത് എത്രയാണ്? 128 ആണ് വരുന്നത്. 128ൽ നമ്മൾ 2 നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നില്ല. കാരണം 127 റേഞ്ചിൽ വരുന്ന ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 0000 എന്ന് പറഞ്ഞാൽ ഫുൾ 0 യൂസ് ചെയ്യാത്ത ഒരു റേഞ്ചാണ്. ഓക്കെ, ഫുൾ നമ്പർ 0 വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ 2 നെറ്റ്വർക്ക് നമ്മളിതിൽ നിന്ന് മൈനസ് ചെയ്യും. 128ൽ നിന്ന് എന്താണ് 2 നെറ്റ്വർക്കിൽ നമ്മൾ കുറയ്ക്കും. ഇത് 127 വെച്ചിട്ടുള്ള നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. 0000 വെച്ചിട്ടുള്ള ഫുൾ 0 വെച്ചിട്ടുള്ള IP നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയത് 127XXX എന്താണ് ലൂപ്പ് ബാക്കിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എ നെറ്റ്വർക്ക് ID കനോട്ട് ബി ഓൾ സീറോസ്. അപ്പോൾ ഈ 2 കാറ്റഗറിയിൽ ഉള്ള നെറ്റ്വർക്കുകൾ വരാത്ത കൊണ്ടാണ് 128ൽ നിന്ന് നമ്മൾ 2 മൈനസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റുള്ള കേസുകളിൽ അതായത് ക്ലാസ് ബിയിലും സിയിലും നമ്മൾ ഈ 2 മൈനസ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ 2 മൈനസ് ചെയ്യുന്നത് ഹോസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഏതൊരു ഹോസ്റ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഫസ്റ്റിലത്തെ IPയും ലാസ്റ്റിലത്തെ IPയും നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻ ചെയ്യില്ല. അത് ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹോസ്റ്റുകളിലെ അഡ്രസ്സിനകത്ത് ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഹോസ്റ്റ് എത്ര ആയിരിക്കും? 2 ഹോസ്റ്റ് ബിറ്റ് -2. ഓക്കെ, നമ്പർ ഓഫ് IP അഡ്രസ്സ് ഇപ്പോൾ ക്ലാസ് എനകത്ത് ഉള്ള നമ്പർ ഓഫ് IP അഡ്രസ്സുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ -2 എന്നുള്ളത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഫസ്റ്റ് IP അഡ്രസ്സും ലാസ്റ്റ് IP അഡ്രസ്സും അതിൻ്റെ റേഞ്ചിൽ തന്നെ വരുന്നതാണ്. പക്ഷേ നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിന് അസൈൻ ചെയ്യാൻ പറ്റുന്ന IP ആണ് നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിന് അസൈൻ ചെയ്യാൻ പറ്റുന്ന
നമ്പറിനെയാണ് നമ്മൾ ഈ ഹോസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 2 ഹോസ്റ്റ് ബിറ്റ് എത്രയാണോ അതിൽ നിന്ന് -2 ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് എയിലെ ഹോസ്റ്റ് ബിറ്റ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ IP അഡ്രസ്സിൻ്റെ റേഞ്ച് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് 102.168 ഈ ഒരു എക്സാമ്പിളിലെ 212.226 ഇതിനകത്ത് 102 എന്നുള്ളത് നെറ്റ്വർക്ക് ID ആയിരിക്കും. ഓക്കെ, അത് 1നും 127നും ഇടയിലാണ്. പിന്നെ ബാക്കി വരുന്ന 168.212.226 എന്നുള്ളതാണ് ഹോസ്റ്റ് പാർട്ട്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ വേറെ നീല കളറിൽ പ്രത്യേകം കാണിച്ചിരിക്കുന്നത്. ഹോസ്റ്റ് പാർട്ടിൽ മൊത്തം 24 ഡിജിറ്റ് വരുന്നുണ്ട്. ആ 24 ഡിജിറ്റാണ് നമ്മൾ എത്ര ഹോസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2^24 കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എത്ര നെറ്റ്വർക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 2^7 ടൈപ്പ് ചെയ്തു. ആ 7 ആണ് ഈ n എന്നുള്ള നെറ്റ്വർക്ക് പോർഷൻ 2n, അതായത് 2 നെറ്റ്വർക്ക് ബിറ്റ്. അതായത് ഈ കേസിൽ ക്ലാസ് എയുടെ കേസിൽ 2^7 -2. ഓക്കെ, അതുപോലെ ക്ലാസ് ബിയിൽ വരികയാണെങ്കിൽ എന്താണ് 2 ഡിജിറ്റ് 2 ബൈറ്റുകൾ നെറ്റ്വർക്ക് ID ആയിട്ടും ബാക്കി 2 ബൈറ്റുകൾ ഹോസ്റ്റ് ID ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇതിനകത്ത് ക്ലാസ് ബിയിൽ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ 2 ബൈറ്റുകൾ നെറ്റ്വർക്ക് IDയും ബാക്കി 2 ബൈറ്റ് ഹോസ്റ്റ് ID ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് IDയിൽ എത്ര നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ട് 2^14 വരിക. കാരണം അതിനകത്ത് 2 ഡിജിറ്റ് ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. 2^14 നെറ്റ്വർക്ക് നമ്പർ ഓഫ് നെറ്റ്വർക്ക് വരുന്നത്. ഹോസ്റ്റ് ID വരുന്നത് 2^16 -2. ഓക്കെ, 2^16 -2 എന്ന് പറഞ്ഞാൽ 2^14 അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. 2^16 കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് 2 കുറയ്ക്കുക. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് അത് നമ്മൾ കണ്ടുപിടിച്ചത് 2^16 നിന്ന് ഈ 2 ഇവിടെ നിന്നാണ് കുറയ്ക്കുന്നത്. കാരണം നെറ്റ്വർക്ക് ബിറ്റ് എന്ന് പറയുന്നതിൽ മൊത്തം പകുതിയും അല്ല 8 ആയിട്ടാണല്ലോ അല്ലേ. ഇതിനകത്ത് 2 ഈ 8 ബിറ്റിനകത്ത് നെറ്റ്വർക്കും ബാക്കി അല്ല 8 അല്ല 16 ബിറ്റ് നെറ്റ്വർക്കും 16 ബിറ്റ് ഹോസ്റ്റുമാണ് വരുന്നത്. ഈ നെറ്റ്വർക്ക് ബിറ്റിനകത്ത് 2 ഡിജിറ്റ് ഫിക്സഡ് ആണ്. അതുകൊണ്ട് എന്താണ് നമുക്ക് അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നെറ്റ്വർക്ക് നമ്പർ ഓഫ് നെറ്റ്വർക്ക് കൗണ്ട് ചെയ്യുമ്പോൾ ആ 2 ഡിജിറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കി 14 ഡിജിറ്റാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2^14 16,384 നെറ്റ്വർക്കുകളും 2^16 എന്ന് പറഞ്ഞാൽ 6536 ആയിരിക്കും വരിക. അതിൽ നിന്ന് 2 മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് 65,534 കിട്ടുന്നത്. ഓക്കെ, 65,536 -2 അതാണ് 65,534 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ IP അഡ്രസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ് 536 ആയിരിക്കും. പക്ഷേ ടോട്ടൽ ഹോസ്റ്റ് അഡ്രസ്സുകൾ 534 ആയിരിക്കും കേട്ടോ. ഇവിടെ ഞാൻ റെഡ് കളറിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. എന്താണ് വെൻ കാൽക്കുലേറ്റിംഗ് ഹോസ്റ്റ് IP അഡ്രസ് 2 IP addresses are decreased because they cannot be assigned to the host. That is, first IP of the network number and last IP of the network. Last IP is reserved for broadcast IP. അപ്പോൾ ഒരു IP അഡ്രസ്സ് നമ്മൾ നമ്പർ ഓഫ് IP ഹോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 IP നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. 2 ഹോസ്റ്റ് ബിറ്റ് -2. ഈ -2 വരുന്നത് ഇതാണ് 2 IP addresses are decreased because they cannot be assigned to the host. That is, first IP of network is network number. ഇപ്പോൾ 192.168.1.0
0 എന്ന് പറയുന്നത് നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, അത് ഫസ്റ്റ് IP 192.168.1.1 മുതൽ 1.255 വരെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1.1 എന്ന് പറയുന്നത്, അതായത് 192.168.1.0 എന്ന് പറയുന്നത് നെറ്റ്വർക്കിൻ്റെ നമ്പർ ആയിരിക്കും. അത് നമുക്ക് കമ്പ്യൂട്ടറിൽ അസൈൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 192.168.1.255 എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടറിൽ കൊടുക്കാൻ പറ്റില്ല. അത് ബ്രോഡ്കാസ്റ്റ് IP ആയിട്ട് റിസർവ്ഡ് ആണ്. 1.254 വരെയാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് 2 ബിറ്റ് നമ്മൾ ഹോസ്റ്റ് അഡ്രസ്സിന് മൈനസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലാസ് സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ക്ലാസ് ബിയിൽ വരുന്ന മാക്സിമം IP അഡ്രസ്സിൻ്റെ റേഞ്ച് അതുകൂടി നോക്കാം. അതിൻ്റെ ഫസ്റ്റ് ബിറ്റ് വരുന്നത് 128 മുതൽ 191 വരെ ആയിരിക്കും ഫസ്റ്റ് നമ്പർ വരുന്നത്. IP അഡ്രസ്സിൻ്റെ ഫസ്റ്റ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അത് 128നും 191നും ഇടയിലാണെങ്കിൽ അത് ക്ലാസ് ബി ആയിരിക്കും. ഓക്കെ, 192 മുതൽ 223 വരെ ക്ലാസ് സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഓരോ റേഞ്ചും നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ ക്ലാസ് ബിയിലെ ഫസ്റ്റ് അഡ്രസ്സ് 128.0.0. അതിൻ്റെ ക്ലാസ് ബിയിൽ വരുന്ന ലാസ്റ്റ് അഡ്രസ്സ് 191.255.255. അതാണ് ക്ലാസ് ബിയിലുള്ള ലാസ്റ്റ് IP അഡ്രസ്സ്. അപ്പോൾ അതുപോലെ തന്നെ നെറ്റ്വർക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാം. ഹോസ്റ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതും നിങ്ങൾക്കറിയാം. 2 ഹോസ്റ്റ് ബിറ്റ് -2. ഹോസ്റ്റ് ബിറ്റ് ഇവിടെ 16 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 216 എന്നിട്ട് കണ്ടു, അതിനുശേഷം 2 കുറച്ചു. നെറ്റ്വർക്ക് അഡ്രസ്സ് കാണാൻ 214 ആണ് കൊടുക്കുന്നത്. കാരണം ഈ 2 ബിറ്റ് റിസർവ്ഡ് ആണ്. റിസർവ്ഡ് എന്നല്ല, അത് ഫിക്സഡ് ആണ്. ക്ലാസ് സിയിൽ ഫസ്റ്റ് 3 ബൈറ്റുകൾ അല്ല, ക്ലാസ് സിനകത്ത് നമ്മുടെ ഈ ഒരു ഡിജിറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒക്ടക്റ്റിനകത്ത് വരുന്ന 3 ബിറ്റുകൾ റിസർവ്ഡ് ആണ്. അതായത് 110 തുടങ്ങിയിട്ടായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ബിറ്റ് തുടങ്ങുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് സി IP ആസ് ഇറ്റ്സ് ഫസ്റ്റ് 3 ഡിജിറ്റ് സെറ്റ് ടു 110. ഓക്കെ, നമ്മൾ ക്ലാസ് എയിൽ ഫസ്റ്റ് ഡിജിറ്റ് 0 ആയിരുന്നു, ക്ലാസ് ബിയിൽ 10 ആയിരുന്നു. ഓക്കെ, ക്ലാസ് സിയിൽ 110. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റിനകത്തുള്ള ബിറ്റ് സെറ്റ് ആവുന്നത്. അപ്പോൾ ക്ലാസ് സിയിൽ വരുന്ന മാക്സിമം ആ ഒരു റേഞ്ച്, ഫസ്റ്റ് നമ്പറിൻ്റെ റേഞ്ച് 192 മുതൽ 223 വരെ ആയിരിക്കും. അതിൻ്റെ ബൈനറി വാല്യൂ ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 110000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 192 ആണ്. 110 പിന്നെ 1111 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു ഒബ്ജക്റ്റിനകത്ത് വരുന്നത് 223 ആണ്. അപ്പോൾ എൻ എക്സാമ്പിൾ ഓഫ് ക്ലാസ് സി IP അഡ്രസ് എന്ന് പറയുന്നത്, നമ്മൾ നോർമൽ IP യൂസ് ചെയ്യുന്നത് ക്ലാസ് സി ആണ് കൂടുതലായിട്ട്. നമ്മളൊക്കെ ചെറിയ കമ്പ്യൂട്ടറുകളിലൊക്കെ ചെറിയ കമ്പ്യൂട്ടർ എന്നല്ല, നമ്പർ ഓഫ് ഹോസ്റ്റ് കുറവായിട്ടുള്ള ഈ നെറ്റ്വർക്കിലൊക്കെ ക്ലാസ് സി അഡ്രസ്സ് മതിയാവും. കാരണം ക്ലാസ് സി അഡ്രസ്സിനകത്ത് മാക്സിമം എത്രയാണ്, ഒരു നെറ്റ്വർക്കിൽ 254 കമ്പ്യൂട്ടറാണ് കണക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഒരു നെറ്റ്വർക്കിനകത്ത് ക്ലാസ് സിയിൽ 254 കമ്പ്യൂട്ടറുകളാണ് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഓഫീസുകളിലേക്കും കഫേകളിലേക്കൊക്കെ ക്ലാസ് സി അഡ്രസ്സാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലാസ് സി അഡ്രസ് റേഞ്ച് ഫ്രം 192.0.0.0 മുതൽ 223
223 ആണ് നമ്മളിവിടെ പറഞ്ഞത് എക്സാമ്പിൾ അല്ലേ. 192 മുതൽ 223. അപ്പോൾ 223.255.255.255 അത്രയാണ് ക്ലാസ് സിയുടെ IP റേഞ്ച്. ഓക്കെ, അതിൻ്റെ ഡിഫാൾട്ട് സബ്നെറ്റ് മാസ്ക് വരുന്നത് 255.255.255.0. ഈ സബ്നെറ്റ് മാസ്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് ID കണ്ടാൽ അറിയാൻ പറ്റും. നെറ്റ്വർക്ക് IDയിൽ ഇത്രയാണ് നെറ്റ്വർക്ക് ID വരുന്നത്. ക്ലാസ് സിയിൽ 3 ബിറ്റുകൾ നെറ്റ്വർക്ക് ID ആണ്, 4ാമത്തെ ബിറ്റാണ് ഹോസ്റ്റ് ID. ഓക്കെ, അതായത് ഈ ബൈനറിയിൽ എഴുതുകയാണെങ്കിൽ ഈ 255 എഴുതിയിടത്തിലൊക്കെ ഓൾ വൺസ് ആയിരിക്കും, വണ്ണുകളായിരിക്കും. 0 എഴുതിയിടത്തിൽ ആ 8 ഡിജിറ്റും സീറോകളായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ് സിയിലുള്ള നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് എന്താണ്, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ക്ലാസ് സി അഡ്രസ്സിനകത്ത് വരുന്ന ആദ്യത്തെ 110 എന്നുള്ള ആ ഒരു 3 ഡിജിറ്റ് ഫിക്സഡ് ആയിരിക്കും. ബാക്കി വരുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്, നമ്പർ ഓഫ് നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ് ഇവിടെ 221 എന്ന് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 8ഉം 16ഉം 5ഉം 21 നെറ്റ്വർക്ക് ബിറ്റാണ് ക്ലാസ് സിയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 221 എത്രയാണോ ആ അത്രയും ക്ലാസ് സി നെറ്റ്വർക്ക് അഡ്രസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഹോസ്റ്റുകൾ കണ്ടുപിടിക്കാൻ 2⁸ അല്ലേ, 2⁸ എത്രയാണോ അതിൻ്റെ വാല്യൂ കണ്ടിട്ട് 2 മൈനസ് ചെയ്യുക. അപ്പോൾ 2⁸ എന്ന് 256 ആണ്, -2 എന്ന് പറയുന്നത് 254 ആണ് ഒരു ക്ലാസ് സി നെറ്റ്വർക്കിനകത്ത് വരുന്ന നമ്പർ ഓഫ് ഹോസ്റ്റ് അഡ്രസ്സുകൾ. ഇനി ക്ലാസ് ഡി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ IP അഡ്രസ്സിൻ്റെ റേഞ്ച് വരുന്നത് ഇതാണ്. വീണ്ടും നമ്മൾ ഒരു 1 കൂടി ആഡ് ചെയ്യില്ലേ. നേരത്തെ ക്ലാസ് സിനകത്ത് 110 ആയിരുന്നു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ക്ലാസ് ഡിയിൽ 1110 ആണ് ഫിക്സ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, അതിൻ്റെ ക്ലാസ് IP അഡ്രസ്സിൻ്റെ റേഞ്ച് മാത്രമേ പറയാൻ പറ്റൂ. നെറ്റ്വർക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ ഫിക്സ് ആക്കി പറയാൻ പറ്റില്ല. അപ്പോൾ 224.000 മുതൽ 239 വരെയാണ് ക്ലാസ് ഡിയുടെ ഫസ്റ്റ് ഡിജിറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ IP റേഞ്ച് വരുന്നത് 224.0.0.0 മുതൽ 239.255.255.255 അത്രയാണ് ക്ലാസ് ഡിനകത്ത് വരുന്ന IP അഡ്രസ്സിൻ്റെ റേഞ്ചുകൾ. പക്ഷെ എന്താണ്, ക്ലാസ് ഡി എന്ന് പറയുന്നത് നോർമൽ യൂസിന് ഉപയോഗിക്കാറില്ല. അത് മൾട്ടി കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. ഇൻ മൾട്ടി കാസ്റ്റിംഗ് ഡാറ്റ ഈസ് നോട്ട് ഡിസ്റ്റൻഡ് ഫോർ പർട്ടിക്കുലർ ഹോസ്റ്റ്. ദാറ്റ് ഈസ് വൈ ദർ ഇസ് നോ നീഡ് ടു എക്സ്ട്രാക്ട് ഹോസ്റ്റ് അഡ്രസ് ഫ്രം ദ IP അഡ്രസ് ആൻഡ് ക്ലാസ് ഡി നോട്ട് ഹാവ് എനി സബ്നെറ്റ് മാസ്ക്. ക്ലാസ് ഡിക്ക് സബ്നെറ്റ് മാസ്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക, ഓർമ്മിച്ച് വെക്കുക. ക്ലാസ് ഡിക്ക് സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ക്ലാസ് ഇക്കും യൂസ് ചെയ്യുന്നില്ല. ക്ലാസ് സി എന്ന് പറയുന്നത് ക്ലാസ് സി ഓൾസോ റിസർവ്ഡ് ഫോർ എക്സ്പെരിമെൻ്റൽ പർപ്പസ്, ഓൺലി ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർ സ്റ്റഡി. IP അഡ്രസ്സസ് ഇൻ റേഞ്ച് ഫ്രം 240.000 മുതൽ 255 അത്രയും എന്താണ് ക്ലാസ് ഇ അഡ്രസ്സുകളാണ്. അപ്പോൾ ക്ലാസ് ഡിക്കും ക്ലാസ് ഇക്കും സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു റേഞ്ച് നോക്കി നോക്കുക. 240 മുതൽ 255 വരെ ക്ലാസ് ഇ ആണ്. ഓക്കെ, അതൊരു ലിസ്റ്റ് ആക്കിയിട്ട് തന്നെ, ഒരു പട്ടിക ആക്കിയിട്ട് തന്നെ കയ്യിൽ കണക്കാക്കണം. അപ്പോൾ ഒരു IP ക്ലാസിഫിക്കേഷൻ്റെ ഒരു ചെറിയൊരു പട്ടിക ഇവിടെ ഉണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് എ ആണെങ്കിൽ അതിൻ്റെ IP റേഞ്ച് വരുന്നത് 0 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 0000 മുതൽ 127.255.255.25 വരെയാണ് യൂസ് ചെയ്യുന്നത്. 0 ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ
അതൊരു നെറ്റ്വർക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, 0000 എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നില്ല. നെറ്റ്വർക്കിൻ്റെ പാർട്ടിൽ 0 ഒരിക്കലും വരില്ല. അതുകൊണ്ടാണ് 1 എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് 127.0.0 മുതൽ 127.255.255.255 വരെ എന്താണ് ലൂപ്പ് ബാക്ക് അഡ്രസ് ആയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് എന്റെ IP റേഞ്ച് പറയുമ്പോൾ നമുക്ക് എന്താണ് 0 മുതൽ കാൽക്കുലേറ്റ് ചെയ്യാം. 000 മുതൽ 127.255.255 അത്രയും നമുക്ക് പറയാൻ പറ്റും. പിന്നെ സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് 255.0.0.0. അതിന് വരുന്ന പ്രിഫിക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ചില IP അഡ്രസ്സ് പറയുന്ന സമയത്ത് നമ്മൾ പറയും എന്താണ്, എക്സാമ്പിളായിട്ട് 10.255.255.15 /8 അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 എന്നുള്ളത് നമ്മുടെ സബ്നെറ്റ് മാസ്കിനകത്ത് വരുന്ന വണ്ണുകളാണ്. അതായത് ആദ്യത്തെ ഡിജിറ്റാണ് പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്ലാസ് എക്കകത്ത് നമ്മൾ പറഞ്ഞു 8 ഡിജിറ്റുകൾ ചേർന്നിട്ടുള്ളതല്ലേ, 8 അങ്ങനെ മൊത്തം 32 ഡിജിറ്റാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഇതാണ് ക്ലാസ് എക്ക് വരുന്നത്. ആദ്യത്തെ 8 ഡിജിറ്റ് സബ്നെറ്റ് മാസ്കിന് വേണ്ടിയിട്ട് ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് /8 വരുന്നത്. പിന്നെ ക്ലാസ് ബിക്കകത്ത് 2 ബൈറ്റുകൾ, അതായത് 8 16 ഡിജിറ്റുകൾ 1 ആയിരിക്കും. 1 16 ഡിജിറ്റ് 1 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ /16 എന്ന് കൊടുക്കും പ്രിഫിക്സ് ആയിട്ട്. അതുപോലെ ക്ലാസ് സിയിൽ 24 ഡിജിറ്റുകൾ 1 ആയിരിക്കും സബ്നെറ്റ് മാസ്കിൻ്റെ. അതുകൊണ്ട് അതിന് നമ്മൾ /24 എന്ന് കൊടുക്കും. പിന്നെ ക്ലാസ് ഡിക്കും ക്ലാസ് ഇക്കും സബ്നെറ്റ് മാസ്കും പ്രിഫിക്സ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ IP അഡ്രസ്സിൻ്റെ റേഞ്ച് നോക്കുക. ക്ലാസ് എയുടെ 000 മുതൽ 127.255.255.255 വരെ. ക്ലാസ് ബിയിൽ 128.000 മുതൽ 191.255.255.255 വരെ. ഓക്കെ, ക്ലാസ് സിയിൽ 192 മുതൽ എന്താണ് 223 വരെ. ക്ലാസ് ഡിയിൽ 224 മുതൽ 239 വരെ. ക്ലാസ് ഇനകത്ത് 240 മുതൽ 255 വരെ. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ച് ഓർത്ത് വെക്കുക. ഇതിനകത്ത് ക്ലാസ് ഇനകത്ത് 255.255.255 ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, അതും ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് IP4ൻ്റെ ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. അതും കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യുന്ന ഒരു നമ്പറല്ല. പിന്നെ IP4ൻ്റെ ടൈപ്പ് ഓഫ് IP4 ബേസ്ഡ് ഓൺ ദ പർപ്പസ്. നമ്മളിപ്പോൾ 2 ടൈപ്പ് IP4 ഉണ്ട്. ഒന്ന് പ്രൈവറ്റ് IP അഡ്രസ്സും പബ്ലിക് IP അഡ്രസ്സും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു റേഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റേഞ്ച്, അത് പ്രൈവറ്റിനും പബ്ലിക്കിനും ഒക്കെ ബാധകമാണ്. ഓക്കെ, ആ റേഞ്ചിൽ തന്നെ എന്താണ് സബ് റേഞ്ചുകളുണ്ട്. അതായത് ക്ലാസ് എയിൽ വരുന്ന പ്രൈവറ്റ് അഡ്രസ്സുകൾ, പ്രൈവറ്റ് IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് IP അഡ്രസ് മെയിൻലി യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ പർപ്പസ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് മാത്രമാണ് പ്രൈവറ്റ് IP അഡ്രസ് യൂസ് ചെയ്യുന്നത്. അതിൽ ക്ലാസ് എയിൽ വരുന്ന പ്രൈവറ്റ് IP അഡ്രസ് റേഞ്ചാണ് 10.0.0.0 മുതൽ 10.255.255.255 അത്രയാണ് പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യുന്ന IP അഡ്രസ്സ്. ഓക്കെ, ബാക്കി 11, 12, 13 മുതൽ 171 വരെയൊക്കെ പബ്ലിക് IP ആണ്. ഓക്കെ, 10.0.0.0 മുതൽ 10.255.255.255 വരെയാണ് പബ്ലിക് IC ആയിട്ട് പ്രൈവറ്റ് IC ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസ് ബിനകത്ത് 172.16.0.0 മുതൽ 172.31.255.255 വരെയാണ് പ്രൈവറ്റ് IP അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലാസ് സിയിൽ
192.168.0.0 മുതൽ 192.168.255.255 വരെയാണ് പ്രൈവറ്റ് IP ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പബ്ലിക് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ as the name implies that public IP address are mainly using publicly, that is in internet. Okay, public IP ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് നമ്മൾ ഒരു IP അഡ്രസ്സ് കൊടുത്തു, അതായത് 192.168.1.10 അല്ലെങ്കിൽ 15 ഇതേ ഒരു IP അഡ്രസ്സ് കൊടുത്തു എന്ന് കരുതുക. അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, വാട്ട് ഈസ് മൈ IP എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുത്ത അഡ്രസ്സ് അല്ല, പകരം വേറൊരു IP അഡ്രസ്സ് കാണിച്ചു തരും. അത് ഞാനിവിടെ തന്നെ കാണിച്ചു തരാണെങ്കിൽ ജസ്റ്റ് വാട്ട് ഈസ് മൈ IP അഡ്രസ്. വാട്ട് ഈസ് മൈ IP അഡ്രസ് സുഹൃത്തുക്കളിൽ മൈ IP അഡ്രസ് ഇപ്പം ഞാൻ ഗൂഗിളിനകത്ത് ഞാനിവിടെ വാട്ട് ഈസ് മൈ IP അഡ്രസ് എന്നുള്ളത് സെർച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള റിസൾട്ടാണ് IP വേർഷൻ 4 എന്ന് പറഞ്ഞിട്ട് 157.44.201.19 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ IP അഡ്രസ്സായിട്ട് ഇൻ്റർനെറ്റ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് IP കോൺഫിഗ് അടിച്ചു കഴിഞ്ഞാൽ IP കോൺഫിഗ് അതാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നെറ്റ്വർക്കിൽ ആയിട്ട് ബന്ധപ്പെട്ട കോൺഫിഗറേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്. ഓക്കെ, CMD എന്ന് കമാൻഡിൽ, അതായത് ഡോസ് മോഡിൽ IP കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്താൽ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അതായത് IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. IP വേർഷൻ 6, IP വേർഷൻ 4 ഒക്കെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് വൈഫൈ ആണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വൈഫൈനകത്ത് IP വേർഷൻ 4 അഡ്രസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇതാണ് 192.168.43.8. അപ്പം അത് നിങ്ങൾക്കറിയാം. വീണ്ടും അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നെറ്റ്വർക്കിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വയർലെസ്സിൻ്റെ ഐക്കണിനകത്ത് പോയി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 192.168.43.8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഇവിടെ കാണിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ ഡോസ് മോഡിൽ IP കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് കണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ നമ്മൾ അല്ലെങ്കിൽ റൗട്ടർ കൊടുത്തിട്ടുള്ള IP അഡ്രസ്സ് ക്ലാസ് C അഡ്രസ്സാണ്. 192 തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം അത് ക്ലാസ് C അഡ്രസ്സാണ്. പക്ഷേ ഇൻ്റർനെറ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ്, ഒരു ക്ലാസ് A അഡ്രസ്സാണ് അല്ലേ. ഇത് പബ്ലിക് IP ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ക്ലാസ് പബ്ലിക് IP യൂസ് പബ്ലിക് IP ആർ മെയിൻലി ഫോർ യൂസിങ് ഇൻ്റർനെറ്റ്. അപ്പാർട്ട് ഫ്രം ദ എബവ് സ്പെസിഫൈഡ് IP അഡ്രസ് ഓൾ അതർ IP അഡ്രസ്സസ് ആർ പബ്ലിക് IP അഡ്രസ്. ഇപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു റേഞ്ചിലുള്ള IP അഡ്രസ് അല്ലാതെ മറ്റുള്ള IPകളൊക്കെ പബ്ലിക് IP അഡ്രസ്സാണ്. ഓക്കെ, പ്രൈവറ്റ് IP അഡ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ വരുന്നതാണ് എന്താണ് 10.000 മുതൽ 10.255.255.25 വരെ. അതുപോലെ തന്നെ ക്ലാസ് ബിയിനകത്ത് പ്രൈവറ്റ് ആയിട്ട് വരുന്ന IP അഡ്രസ്സ് 172.16.0.0 മുതൽ 172.31.255.255 വരെയാണ് വരുന്നത്. ക്ലാസ് സിയിൽ 192.168.0.0 മുതൽ 192.168.255.255 വരെ. ഓക്കെ, ഇതല്ലാതെ മറ്റുള്ള IP അഡ്രസ്സുകളൊക്കെ, അതായത് 000 അത്രയും മുതൽ 255.255.255.255 വരെ മാക്സിമം എത്രത്തോളം വരുമോ അതിൽ ഈ ഒരു റേഞ്ച് പറഞ്ഞിട്ടല്ലാത്ത ഇൻ്റർനെറ്റ് IPകളൊക്കെ പബ്ലിക് IP അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൂടെ, ഈ ഒരു റേഞ്ചും കൂടെ ഓർത്ത് വെക്കണം. ഓരോ ക്ലാസ് എയിലെയും ക്ലാസ് ബിയിലെയും ക്ലാസ് സിയിലെയും പ്രൈവറ്റ് IP അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം.